ഇന്ന് നല്ല അടിപൊളി ഒരു മീൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻ കറിയാണ്. നല്ല ടേസ്റ്റാണ്, അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, പുളിവെള്ളം, തക്കാളി, കുറച്ച് പുതിനയില, ഇതൊക്കെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഒരു മൺചട്ടിയിലാണ് കേട്ടോ ഇത് വെക്കണത്. അപ്പോൾ മൺചട്ടിയിൽ വെക്കണതിന് പ്രത്യേകം ഒരു ടേസ്റ്റ് തന്നെയല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, ചെറുള്ളി അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ അത് നന്നായിട്ട് വഴറ്റി വന്ന ശേഷം അര സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂണ് എരിവുള്ള മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ മീൻ മസാല അങ്ങനത്തെ ഒരു മസാലപ്പൊടിയും ചേർക്കണില്ല കേട്ടോ. നല്ല നാടൻ മീൻ കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ശേഷം നമ്മൾ എടുത്തു വെച്ച പുളിവെള്ളമില്ലേ അതും കൂടെ അതിലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ച് പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ മീനാണ് ഇതിലിട്ട് കൊടുക്കണത് കേട്ടോ. ഇത് മത്തി എന്ന് പറയും നമ്മളവിടെ. മത്തി മാതിരത്തെ വേറെ എന്തോ ഒരു മീനാണ്, മത്തിയല്ല. കാരണം എന്താണെന്നറിയോ, ഇത് ഒറിജിനൽ മത്തി മാതിരിയുള്ള മീനല്ല, വേറെ എന്തോ ഒരു മീനാണ്. അപ്പോൾ ആ മീനാണ് ഞാൻ ഈ കറിയിലിട്ട് കൊടുക്കണത്. ഇനിയിപ്പോൾ എല്ലാതും തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ടൈമിലാണ് നമ്മൾ ഈ മീൻ കഷ്ണം വൃത്തിയാക്കി വെച്ചാൽ മീൻ കഷ്ണങ്ങളില്ലേ അത് അതിലിട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഏത് മീൻ വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. എല്ലാം ഇട്ട് കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് ആ മീനൊന്ന് വേവുന്നത് വരെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. അതാ നല്ല അടിപൊളി മീൻ കറി റെഡിയായില്ലേ. ഇനി നമ്മൾ അതിലൊരു താളിപ്പ് റെഡിയാക്കി എടുക്കാം. ഇതാ ചൂടായൊരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായ എണ്ണയിൽ കടുക്, ഉലുവ, ഇത്തിരി ചെറിയുള്ളി, വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതും കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് നന്നായി പച്ചമണം മാറി കിട്ടിയതിന് ശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടിയില്ലേ അതും കൂടെ അതിലിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ കറിയിൽ ഒഴിച്ച് കൊടുത്താൽ നല്ല അടിപൊളി സ്മെല്ലില്ല, അടിപൊളി ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ അങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ. ഇത് പൊറാട്ട, ചപ്പാത്തി, ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മീൻ കറിയാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയല്ലേ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.